നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മുൻകാലങ്ങളേക്കാൾ ശക്തമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ജയശങ്കർ. ഇന്ത്യ-US ബന്ധം ഇന്ന് കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഈ ബന്ധം തുടർന്നും ഉണ്ടാകും. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകൾ അടുത്ത ബന്ധമാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യ-US ബന്ധങ്ങൾ വളർച്ചയുണ്ടാകും. US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ പോവുകയാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മോദിക്ക് പകരം ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ-US ബന്ധം പോലെ ഇന്ത്യ-സ്പെയിൻ സഹകരണവും ശക്തമാകുമെന്നും ജയശങ്കർ പറയുന്നു. വിദേശകാര്യമന്ത്രി ആയതിനു ശേഷമുള്ള ജയശങ്കറിന്റെ ആദ്യ സ്പെയിൻ സന്ദർശനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സ്ഥാനാരോഹണ ചടങ്ങ് ആരംഭിക്കുക. ക്യാപിറ്റോൾ മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് US സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് നയിക്കുക. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലും പിന്നീട് അങ്ങോട്ടും ട്രംപ് നടത്തിയ പരാമർശങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കമല ഹാരിസിനെതിരെ നടത്തിയ വംശീയ അധിക്ഷേപങ്ങളും ട്രാൻസ് കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കാൻ ട്രംപ് തയ്യാറാകാത്തതും നയങ്ങൾക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ അധികാര തീരുവ ചുമത്തുമെന്ന ഭീഷണിയും കാനഡയെ അമേരിക്കയോട് ചേർക്കാനുള്ള നീക്കവുമെല്ലാം ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ട്രംപിന്റെ US വിപുലീകരണം അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് മറ്റു രാജ്യങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. യൂറോപ്യൻ യൂണിയൻ അംഗമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനുള്ള ട്രംപിന്റെ നീക്കത്തിനെതിരെയാണ് നാറ്റോ രാജ്യമായ ഫ്രാൻസ് രംഗത്തെത്തിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ അംഗമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സൈനിക നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ട്രംപ് കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല. ഇതിനെതിരെയാണ് ഫ്രാൻസ് ഇപ്പോൾ രംഗത്തെത്തിയത്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ അവർ ആരായാലും അതിന്റെ പരമാധികാര അതിർത്തികൾ ആക്രമിക്കാൻ യൂറോപ്യൻ യൂണിയൻ അനുവദിക്കില്ല. ഇത്തരം വിഷയങ്ങളിൽ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. അതോടൊപ്പം US ഗ്രീൻലാൻഡിനെ ആക്രമിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് തന്റെ US വിപുലീകരണ ലക്ഷ്യവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കേണ്ടത് USന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ആവശ്യമാണെന്നാണ് ട്രംപ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന അല്ല എന്നാണ് ഗ്രീൻലാൻഡ് തിരിച്ചടിച്ചത്. വിവാദം ചൂടുപിടിച്ചിരിക്കെ ഡൊണാൾഡ് ട്രംപിന്റെ ജൂനിയർ ഗ്രീൻലാൻഡ് സന്ദർശിച്ചത് വലിയ അഭ്യൂഹങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്.